ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ അടിപൊളി വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഗ്രാമീണ ഭംഗിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനുള്ളത് അമ്മേൻ്റെ വീട്ടിലാണ്. അതായത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അമ്മായി താമസിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ഉച്ചക്കത്തെ ചോറിന്ന് അമ്മേൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബിരിയാണി. ഇത് തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് ചൂടാക്കി തന്നതാണ് കേട്ടോ. പക്ഷേ ഈ തലേന്ന് വെച്ച ബിരിയാണി പിറ്റേന്നൊക്കെ ഇങ്ങനെ ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പ്രത്യേകിച്ച് അമ്മേൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പിറ്റേന്ന് ഇങ്ങനെ ചൂടാക്കി കഴിക്കണത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ആസ്വദിച്ചത് സിറ്റ് ഔട്ടിൽ ഇവിടെ സോഫയിൽ വന്നിരുന്ന് കാണാം കേട്ടോ കഴിക്കണത്. അപ്പോൾ ഇവിടെ വന്നാൽ ഒന്നുകിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ മഞ്ചുണ്ട്, മഞ്ചമ്മൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കൂട്ടാം. അപ്പോൾ ഇന്നിപ്പോൾ ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കഴിക്കാനൊരു മൂഡ് തോന്നിയതാ. ഞാനും അമ്മയും കൊണ്ടോട് വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് 2 ദിവസത്തിന് നിൽക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാനിങ് ഇട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ എത്തിയാൽ ആ വീടിൻ്റെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. പിന്നെ വെറുതെ അങ്ങനെ ഇരിക്കാനായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇന്നൊരു വീഡിയോ എടുക്കുക. അപ്പോൾ മക്കളൊന്നും പിന്നെ ചിറയ്ക്ക് നമ്മളവിടെ ചിറണ്ട് കേട്ടോ, വലിയ ചിറണ്ട്. അപ്പോൾ അവിടേക്ക് കുളിക്കാൻ പോകാൻ ഭയങ്കര തിരക്ക്. തലേന്ന് തുടങ്ങി അന്ന് തുടങ്ങിയിരിക്കുന്ന തിരക്ക്. അപ്പോൾ നമുക്ക് പോവാറുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയുണ്ട്. ഇവിടെ വന്നാലും എടുക്കുകയും പോകാൻ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പോൾ പോവാ പറഞ്ഞ് ഏതായാലും ഉച്ചയായപ്പോൾ ഒരു സൗകര്യം തരുന്നില്ല. ഞാൻ പിന്നെ കിടക്കണോടത്തുനിന്ന് ഞാൻ ഈ ഒരു ചോറും കഴിച്ചുകാണ്ട് പിന്നെ വീട്ടിൽ പോയിക്കാണ്ട് നല്ല ഉറക്കം ഉറങ്ങിക്കണം കേട്ടോ. അങ്ങനെ ഉറക്കത്തുനിന്ന് പിന്നെ എണീപ്പിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ പോവില്ലേ എന്ന് പറഞ്ഞ് ആകെ സൗകര്യം കിടത്തി. പിന്നെ നിവർത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞ് പാവല്ല അറ്റിങ്ങൾക്ക് പൂതിയായിട്ടല്ല നമ്മളൊന്നാ പോകാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഏതായാലും പോകാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് പോയ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണ നേരത്ത് ചിക്കന് ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആയ ശേഷം ഇപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മേൻ്റെ വീട്. അപ്പോൾ ഇതിൻ്റെ ഹോം ടൂർ ഞാൻ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മോന് പിന്നെ അതിൻ്റെ ഇടയിൽ വന്നത് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഫോണൊക്കെ വാങ്ങിച്ച് അതൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ ആ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഉറക്കത്തുനിന്ന് പിന്നെ എന്നെ പിന്നെ ഉമ്മ വിളിച്ച് എണീപ്പിച്ചാണ് കേട്ടോ. നമ്മളിങ്ങനെ പോവുക പാവല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിതൊക്കെയാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഓർക്കത്തുനിന്ന് എണീറ്റ പാടാണെന്നുള്ളത്. അങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ ഉമ്മാൻ്റെ പർദ്ദൊക്കെ ഇട്ടിട്ട് ഇതൊക്കെയാണ് ഞാനും അനിയത്തിയും ഉമ്മയും ആങ്ങളെയും കുട്ടികളും കൂടി അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങളെ മുന്നിൽ അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിൽ മുന്നിൽ പോയിക്കണം. അപ്പോൾ അവനക്കാണ് ഭയങ്കര നിർബന്ധം. അപ്പോൾ അവന് നീന്തണതൊക്കെ കാണിച്ചു. അവൻ അങ്ങനെ നീന്തും ഉമ്മാനോട് വന്ന് പറയലുള്ളൂ. അപ്പോൾ ഒരു ദിവസം എന്നും ഉമ്മാനോട് പറയും ഞാൻ നീന്തണത് കാണാൻ വരും എന്ന്. അപ്പോൾ ഏതായാലും ഞാനും കൂടെ ഉണ്ട് കാരണം അപ്പോൾ പിന്നെ അവനക്കത് കാണിച്ച് തരണം എന്നുള്ളത് ഭയങ്കര പൂതി. അങ്ങനെ പിന്നെ മക്കളെല്ലാം രണ്ടാളും പിരിയെത്തിയതാണ് കേട്ടോ അവന്. അപ്പോൾ അവന് മുന്നിലാണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് ചെറിയക്ക് പോകാൻ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ നടന്നിട്ടാണ് കേട്ടോ പോണത്. ആദ്യം ഓട്ടോ വിളിച്ചിട്ട് പോയാലാ വിചാരിച്ച്. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു വഴിക്ക് കൂടിയൊക്കെ പോയ കാലം ഓർമ്മയില്ല, ഏതോ കാലത്ത് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ നമുക്ക് നടന്നിട്ട് പോകാം, പിന്നെ എല്ലാ ഭാഗങ്ങളും എല്ലാവരൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകല്ലോ. ഓട്ടോയിലായാലും ആ റോഡിൽ കൂടെ ഒറ്റ പോകെ അവിടെ ഇറങ്ങല്ല. അപ്പം ഇങ്ങനെ നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് ഏതായാലും ഇതാ നമ്മൾ പറഞ്ഞ ചിറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ചിറ. നല്ല വലിപ്പമുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇതൊക്കെയാണ് ഓനെ നല്ല നീന്തലാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇതാ നീന്തണ കണ്ടെടുക്ക് ഭയങ്കര പേടിയിട്ട് ഞാൻ വിളിച്ച് ആർക്കാണ്. അപ്പോൾ അതിൻ്റെ വോയിസ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഭയങ്കര പേടി. കാരണം ഓൻ നീന്തി എത്തിക്കണം. അപ്പോൾ ഓൻ പറയണത് ഞാൻ അപ്പുറം വരെ നീന്തുന്നുണ്ട്, അങ്ങനെ നീന്തലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പേടിയാവുക. പിന്നെ നടുവിലൊക്കെ എത്തിയതിന് ശേഷം കുഴങ്ങിയാൽ താന്നു പോകുക എന്നുള്ളത്. എനിക്കെന്തായാലും നീന്താൻ അറിയില്ല, ഉമ്മാക്കറിയാം. പക്ഷെ ഇത് നല്ല ആഴമൊക്കെ ഉള്ള ചെറല്ലേ. അവന് മലന്നിട്ടും പിന്നെ കുഴങ്ങുമ്പോൾ നടുവിൽ അങ്ങനെ വെള്ളത്തിൽ നിൽക്കുക. എന്നിട്ട് പിന്നെ ഏതായാലും അപ്പുറം മുറിച്ച് കടന്നിട്ടോന് ആ ഒരു ഭാഗം പറഞ്ഞ മാതിരി കിടന്ന് എനിക്ക് ഒരു സമാധാനമില്ല. എനിക്ക് ഭയങ്കര പേടി. ഉമ്മാക്കും ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഉമ്മാക്കൊരു പേടിയില്ല. ഉമ്മ ഇങ്ങനെ കണ്ട് നിൽക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര ബേജാറ്.
പോവാറ്. അങ്ങനെ ഏതായാലും ഇത് പറഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന ആ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ റോഡ് സൈഡിലാണ്. പിന്നെ എപ്പോഴും വണ്ടിയും കാര്യങ്ങളൊക്കെ പോകും. അപ്പം നമ്മൾ പിന്നെ അപ്പുറത്ത് പോകും. അവിടെയാണ് പെണ്ണുങ്ങളൊക്കെ നിൽക്കലുണ്ട്. അതിൻ്റെ ഒരു ബാക്ക് ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്താണ് പിന്നെ പെണ്ണുങ്ങളൊക്കെ വന്നുകൊണ്ട് കുളിക്കണതൊക്കെ. അപ്പോൾ പിന്നെ ഏതായാലും എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും നീന്താൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഒരിങ്ങനെ ആ സ്റ്റെപ്പുമ്മൽ കരക്ക് നിന്നുകൊണ്ട് അങ്ങനെ പിന്നെ കളിക്കുകയാണ്. അപ്പോൾ ഇമ്മ പിന്നെ ഞാനൊക്കെ പിന്നെ ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ അമ്മ വെള്ളം കണ്ടപ്പോൾ ഞാൻ ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആളാണ് കേട്ടോ. ഞാൻ ഇറങ്ങൂല, ഞാൻ കരക്ക നിൽക്കണു എന്നൊക്കെ പറഞ്ഞാൽ എന്നാലും അല്ല, നിങ്ങളുടെ ആദ്യം തന്നെ ഉമ്മ പർദ്ദൊക്കെ അഴിച്ച് തട്ടൊക്കെ ചുറ്റി കെട്ടിക്കാണ്ട് പിന്നെ നല്ല നീന്തലിട്ട് അമ്മ നല്ല എൻജോയ് ചെയ്ത്. എനിക്ക് അധികം നീന്താൻ അറിയില്ല, ചെറുതായിട്ട് നീന്തുള്ളൂ. പക്ഷേ അധികം ദൂരം പോകാൻ പേടിയാണ്, വേഗം കുഴങ്ങുക കുഴങ്ങിയിട്ട് ഞാൻ താന്നു പോകാനുള്ള പേടിയാണ്. അപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ നീന്തുള്ളൂ. മക്കൾക്ക് പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ആ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് സ്റ്റെപ്പുമ്മൽ അങ്ങനെ നീന്തി കളിക്കാൻ അവർക്ക് രസം ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ കാര്യം പറയണം, അനിയത്തി വെള്ളത്തേക്ക് ശരിക്കും പറയണമെങ്കിൽ ഇറങ്ങിയിട്ടില്ല. കാരണം ആൾക്ക് ഭയങ്കര പേടി, നീന്താനായിട്ട് അറിയില്ല, ഭയങ്കര പേടി. കുട്ടികളായവിടെ സ്റ്റെപ്പുമ്മ തന്നെ നിന്നിട്ട് അമ്മ തക്കണം നല്ലോണം എന്താ പറയുക, പിന്നെ നല്ലോണം നീന്തി എൻജോയ് ചെയ്തിട്ട് ആള്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം, അധികം നേരം നിന്നിട്ടില്ല. കാരണം എനിക്ക് ഇന്ന് കൊടിഞ്ഞിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അധികം നേരം നിന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനും ഉമ്മയും അനിയത്തിയൊക്കെ ഇതാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പർദ്ദൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. മക്കളും ഇങ്ങോട്ട് കയറി കിട്ടേണ്ട 5 മിനിറ്റും കൂടി പറഞ്ഞ് വെള്ളത്തിൽ തന്നെ നിൽക്കുക. പിന്നെ നമ്മൾ വന്ന സമയം നല്ല സമയമായിരുന്നു. ആ ഒരു 3 മണി നേരം ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ നമുക്ക് കമ്പനിക്ക്, വേറെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രസമായിട്ട് പിന്നെ കുളിക്കാനൊക്കെ പറ്റിയിട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പോരിന് നേരമായപ്പോഴത്തേന് ഒരുപാട് പേര് പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുന്ന നേരത്താണ് അവരൊക്കെ ഓരോരുത്തർ അങ്ങനെ വരവ് തുടങ്ങിയത്. ആ ഒരു വൈകുന്നേരം നോക്കി വന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും. ഈ ഒരു വീഡിയോയുടെ നമ്മളെ ഓർമ്മക്കായിട്ട് ഇവിടെ നിന്നോട്ടെ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹോം ടൂറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.